പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ഹ്യൂസ്റ്റൺ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള പ്രതിഷ്ഠാ ദിനം 2024 മെയ് 11 എല്ലാ ഭക്തജനങ്ങളുടെയും ഭക്തിനിർഭരമായ സാന്നിധ്യത്തിൽ ഒരു ആഘോഷമാക്കുകയാണ്. തദവസരത്തിൽ എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം സവിനയം ക്ഷണിക്കുകയാണെന്ന് സംഘാടകർ അറിയിച്ചു. ടെക്സസിന്റെ ഹൃദയഭാഗത്ത് ഹ്യൂസ്റ്റണിൽ പച്ചപ്പിനും ചുറ്റുപാടുമുള്ള പ്രശാന്തതയ്ക്കും ഇടയിൽ ആദരണീയമായ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഭഗവാൻ കൃഷ്ണനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം മാത്രമല്ല, സമൂഹത്തിൻ്റെ നാനാ തലമുറകളിലുള്ള ഭക്തർക്ക് ആത്മീയതയുടെയും സംസ്കാരത്തിൻ്റെയും വെളിച്ചമാണ്. ഇവിടെ ആഘോഷിക്കപ്പെടുന്ന നിരവധി ഉത്സവങ്ങളിൽ ഭക്തിയുടെയും പാരമ്പര്യത്തിൻ്റെയും മഹത്തായ കാഴ്ചയായി ഗുരുവായൂർ ഉത്സവം നിലകൊള്ളുന്നു. ദശലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ കീഴടക്കുന്നു. ഹ്യൂസ്റ്റൺ ഗുരുവായൂർ ക്ഷേത്ര ഉത്സവം സമാനതകളില്ലാത്ത ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്നു. രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള ഭക്തരെ ആകർഷിക്കുന്നു. ചടങ്ങുകൾ, ഘോഷയാത്രകൾ, സാംസ്കാരിക പ്രകടനങ്ങൾ, കേരളത്തിന്റെ സമ്പന്നമായ പൈതൃകത്തിന്റെ ഊർജ്ജസ്വലമായ പ്രദർശനം എന്നിവയാൽ നിറഞ്ഞു നിൽക്കുന്ന ഉത്സവം സാധാരണയായി 10 ദിവസങ്ങൾ നീണ്ടു നിൽക്കും. മെയ് 16 ശനിയാഴ്ച ആരംഭിച്ച് മെയ് 25 വരെ നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷവേള സമ്പന്നമാക്കാൻ എല്ലാ സനാതന ധർമ്മ വിശ്വാസികളെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഉത്സവ ബലി മെയ് 19 ഞായറാഴ്ച ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥനകളും യാഗങ്ങളും അർപ്പിക്കുന്ന പ്രധാന ചടങ്ങും നടക്കുന്നതാണ്. ഉത്സവത്തിന്റെ ആരംഭം സൂചിപ്പിക്കുന്ന കൊടിയേറ്റ ചടങ്ങ് മെയ് 16 വ്യാഴാഴ്ച ആചാരപരമായ പതാക ഉയർത്തലോടെ ആരംഭിക്കും. ശുദ്ധീകരണത്തെയും നവീകരണത്തെയും സൂചിപ്പിക്കുന്ന ആറാട്ട് മെയ് 25 ശനിയാഴ്ച വൈകുന്നേരം ആരംഭിക്കും. ഉത്സവത്തിനോടനുബന്ധിച്ച് നടത്താറുള്ള ഉദയാസ്തമന പൂജ മെയ് 12 മുതൽ മെയ് 15 വരെയും മെയ് 27 മുതൽ ജൂൺ 1 വരെയും ക്രമീകരിച്ചിരിക്കുന്നു. ഒരു വർഷത്തിൽ ഉത്സവത്തിനോടനുബന്ധിച്ച് വെറും 10 ദിവസങ്ങൾ മാത്രം നടത്തുന്ന ദിവ്യവും വിലമതിക്കാനാവാത്തതുമായ ഈ മഹത് പൂജയിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്ക് മാത്രമേ പങ്കെടുക്കുവാൻ കഴിയൂ. ഉത്സവത്തിന്റെ ഔദ്യോഗിക തുടക്കം കുറിക്കുന്ന കൊടിയേറ്റം എന്ന ചടങ്ങോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത്. ഈ മംഗളകരമായ കർമ്മം ഉദയാസ്തമന പൂജ ഉൾപ്പെടെയുള്ള വിവിധ പരമ്പരാഗത ആചാരങ്ങൾ പിന്തുടരുന്നു. അത്യധികം ഭക്തിയോടെ നടത്തുന്ന പ്രത്യേക ആരാധന. ഉത്സവത്തിനുടനീളം ക്ഷേത്രവേദ സ്തുതികളുടെ ആത്മാവിനെ ഉത്തേജിപ്പിക്കുന്ന കീർത്തനങ്ങളാലും ഭക്തിഗാനങ്ങളുടെ ശ്രുതിമധുരമായ ആലാപനത്താലും പ്രതിധ്വനിക്കുന്നു. ഇത് ആത്മീയത നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. രാത്രിയിലെ ആകാശത്തെ പ്രകാശിപ്പിക്കുന്ന ആയിരക്കണക്കിന് വിളക്കുകൾ അലങ്കരിച്ചിരിക്കുന്ന കാഴ്ച ദിവ്യത്വവും വിസ്മയിപ്പിക്കുന്ന സൗന്ദര്യവും ഉണർത്തുന്നു. വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകൾ ദൈവഭക്തിയിൽ ഒത്തുചേരുന്ന ഐക്യത്തിന്റെയും ഭക്തിയുടെയും നിമിഷമാണിത്. മതപരമായ ചടങ്ങുകൾക്കും ക്ഷേത്രയാത്രകൾക്കും പുറമെ വിവിധ കലാരൂപങ്ങളിലൂടെയും പ്രകടനങ്ങളിലൂടെയും ഹ്യൂസ്റ്റൺ ഗുരുവായൂർ ഉത്സവം കേരളത്തിലെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പ്രദർശിപ്പിക്കുന്നു. ക്ലാസിക്കൽ നൃത്ത നാടകമായ കഥകളിയും പരമ്പരാഗത ആക്ഷേപഹാസ്യ കലാരൂപമായ ഓട്ടംതുള്ളലും ഉത്സവത്തെ മനോഹരമാക്കുന്നു. സാംസ്കാരിക ക്ഷേത്രയാത്രകളിൽ ഉൾപ്പെടുന്നു. അവരുടെ ചാരുതയും പ്രേക്ഷകരെ ആകർഷിപ്പിക്കുന്നു. കൂടാതെ സാമൂഹിക പ്രതിബദ്ധതയോടുള്ള ക്ഷേത്രത്തിന്റെ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും സാമൂഹിക ക്ഷേമ പരിപാടികളുടെയും വേദിയായി ഉത്സവം പ്രവർത്തിക്കുന്നു. സൗജന്യ ഭക്ഷണം മുതൽ ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന മെഡിക്കൽ ക്യാമ്പുകൾ വരെ ഭഗവാൻ കൃഷ്ണന്റെ ഉപദേശങ്ങളിൽ വേരൂന്നിയ അനുകമ്പയോടെയും സേവനത്തിന്റെയും ചൈതന്യം ഈ ഉത്സവം ഉൾക്കൊള്ളുന്നു. സാരാംശത്തിൽ ഹ്യൂസ്റ്റൺ ഗുരുവായൂർ ഉത്സവം കേവലം ഒരു മതപരമായ ചടങ്ങല്ല, മറിച്ച് വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ആഘോഷമാണ്. അത് ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾക്കും അതീതമായി ആത്മീയതയുടെയും യോജിപ്പുള്ള ആഘോഷത്തിൽ ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ദൈവീക കൃപയുടെയും അനുഗ്രഹങ്ങളുടെയും ഓർമ്മകൾ അവശേഷിപ്പിച്ച് ഭക്തിഗാനങ്ങളുടെ പ്രതിധ്വനികൾ രാത്രിയിലേക്ക് മങ്ങുമ്പോൾ ഉത്സവത്തിന്റെ ചൈതന്യം ദശലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ പ്രതിധ്വനിക്കുന്നത് തുടരുന്നു. അവരുടെ ആത്മീയ യാത്രയിൽ അവരെ പ്രചോദിപ്പിക്കുന്നു. പ്രസ്തുത ആഘോഷവേളയിൽ ഭാഗമാകുവാൻ ഓരോരുത്തരെയും സ്നേഹാദരങ്ങളോടെ സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഭാരവാഹികളുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.